വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ, അതായത് മോസ്റ്റ്ലി ട്യൂട്ടോറിയൽ ആണ്. ഏതാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നിന്റെ നുണക്കുഴി മഞ്ഞുള്ള രാത്രി. അതെ ഗൈസ്, നമ്മൾ ഫൈനലി കല്യാണി ട്യൂട്ടോറിയൽ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും ഒരു ബിഗ് സോറി, ബിക്കോസ് ഈ ഒരു പാട്ട് ഇറങ്ങിയപ്പോൾ മുതൽ എനിക്കറിയാം നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വീഡിയോസിനും താഴെ ചേച്ചി കല്യാണി ട്യൂട്ടോറിയൽ ചെയ്യുമോ എന്ന് വെച്ചിട്ട്. അത് ഇത്രയും ഡിലേ ആയതിന് ഫസ്റ്റ് ഓഫ് ഓൾ സോറി. ബിക്കോസ് ഞാൻ ഈ ഒരു സോങ് കേട്ടപ്പോൾ തന്നെ ഞാൻ രാമൂണ്ണായിട്ടുള്ള ഒരു ആക്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ഈ ഒരു സോങ് എടുത്തിരുന്നു, ഒരു ബിഗിനർ ഫ്രണ്ട്ലി റൂട്ടീൻ എടുത്തിരുന്നു. അപ്പോൾ അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു ഡാൻസ് റീൽ. ഫസ്റ്റ് ഞാൻ രാമൂണ്ണായിട്ടുള്ള റീലാണ് പോസ്റ്റ് ചെയ്തത്. പിന്നെ നിങ്ങളെല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ അത് കുട്ടികളുടെ കൂടെ ആ ഒരു റീലും കൂടെ ചെയ്തു. അപ്പോൾ അതിൻ്റെ താഴെയും ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു റുട്ടീൻ ചെയ്യണം എന്ന്. സോ ഫൈനലി നമ്മൾ ആ റുട്ടീൻ്റെ ട്യൂട്ടോറിയൽ ആയിട്ട് വന്നിട്ടാണുള്ളത് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ഫസ്റ്റ് ആ റീൽ ഒന്ന് കാണുക. അപ്പോൾ അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയൽ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ആ ഒരു കൊറിയോഗ്രാഫി. അപ്പോൾ നമുക്കത് പഠിച്ചാലോ? ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ കല്യാണി പഠിക്കാം ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എൻ്റെ ആദ്യമായിട്ടാണ് എൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ വീഡിയോ കാണുന്നത് അതുപോലെ തന്നെ കാണുക. കാരണം ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ മിററിലുള്ള എന്നെ നോക്കാട്ടോ. കുറച്ച് പേര് പറഞ്ഞു നേരെ വീഡിയോ ചെയ്തുകൂടെ എന്നുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിററിൽ നോക്കുമ്പോൾ ആ മിററിലുള്ള എന്നെ നോക്കുക, ഈ ബാക്കിലുള്ള എന്നെ നോക്കരുത്. ഓക്കെ, ആ മിററിലുള്ള എന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ ഈ വീഡിയോ കാണുന്നത് അങ്ങനെ തന്നെ കണ്ടാൽ മതി. അതായത് ഇതാണ് നിങ്ങളുടെ ലെഫ്റ്റ്, ഇതാണ് നിങ്ങളുടെ റൈറ്റ്. അതായത് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി, ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളും റൈറ്റിലേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സൈഡ് ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു സൈഡ് കൺഫ്യൂഷൻസ് ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും വർക്കായി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതനുസരിച്ചിട്ട് അതിൻ്റെ വേരിയേഷൻ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, സോ നമുക്ക് പഠിച്ചാലോ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് നിന്റെ നുണക്കുഴി കണ്ടപ്പോൾ. പാട്ട് പാടാൻ നേരത്താണ് എന്നോട് ഒരുപാട് പേര് കമൻസിൽ, ഒരുപാട് പേരല്ല ചിലര്, നീ പാട്ട് പാടേണ്ട ഡാൻസ് കളിച്ചാൽ മതി എന്നുള്ള കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. താങ്ക്സ് ഫോർ ദ മോട്ടിവേഷൻ. ഞാൻ ഇനിയും പാടും. ഞാൻ ഇനിയും പാടാനുള്ള മോട്ടിവേഷനാണ് നിങ്ങൾ തന്നുകൊണ്ടിരുന്നത്. നിങ്ങളെ കാള് മാറിപ്പോയി. ഞാൻ ഇനിയും പാടുന്നതായിരിക്കും. ബിക്കോസ് നിങ്ങൾക്കറിയാലോ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. സോ സോങ്സ് പ്ലേ ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഡാൻസ് പഠിപ്പിക്കാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഫസ്റ്റ് നമ്മൾ കൗണ്ടിലൂടെയാണ് ഏതൊരു ഡാൻസും പഠിക്കേണ്ടത്. അപ്പോൾ സോങ്ങിൻ്റെ പ്രസക്തി വരുന്നത് അതിന് ശേഷമാണ്. സോ ഫസ്റ്റ് കൗണ്ട് പഠിച്ചതിന് ശേഷം നമ്മൾ സോങ്ങിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. സോ അതുകൊണ്ടാണ് ഫസ്റ്റ് കൗണ്ടിൽ പഠിക്കുന്നത്. ആൻഡ് അത് ഏത് പാർട്ടിലാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സോങ് പാടുന്നത്. ഓക്കെ, എനിക്കറിയാം അത് അത്രത്തോളം ശരിയായില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് അത് എവിടെയാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് പാടുന്നത്. ഓക്കെ, അത് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഉണ്ട്. അപ്പോൾ അവരല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, യെസ്. സോ ഫസ്റ്റ് നിന്റെ നുണക്കുഴി കണ്ടപ്പോൾ അടിവയറ്റിൽ മഞ്ഞുള്ള രാത്രി, ആ ഒരു സോങ് പോർഷൻ തൊട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് ഞാനൊരു ലിറിക്കൽ കൊറിയോഗ്രാഫി പോലെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതായത് ആ ഒരു ലിറിക്സ് ഫോളോ ചെയ്യുന്നത് പോലെ. നമുക്കറിയാം കൊറിയോഗ്രാഫീസ് ആർ ഡിഫറെൻറ്റ് ടൈം. സോ ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ ഞാൻ ആ ഒരു സോങ്ങിൻ്റെ മീനിങ് വരുന്ന പോലെ പ്ലസ് സ്റ്റെപ്സ് ലൈക്ക് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. സോ ഫസ്റ്റ് നമുക്ക് ലെഗ് മൂവ്മെൻറ്റ് നോക്കാം. ആദ്യം നിങ്ങളുടെ റൈറ്റ് ലെഗ് കേട്ടോ, റൈറ്റ് ലെഗ് വാക്ക് ചെയ്യുക 2 times. അതായത് റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, 5 6 7 ഗോ, റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, നിന്റെ നുണക്കുഴി. ആൻഡ് ഹാൻഡ് മൂവ്മെന്റ്സ് നോക്കിക്കോ. 1 2, നിന്റെ നുണക്കുഴി. ഓക്കെ, നിന്റെ നുണക്കുഴി. യെസ്, 5 6 7 ഗോ, നിന്റെ നുണക്കുഴി കണ്ടപ്പോൾ. ഓക്കെ, അതിനകത്ത് ഹാൻഡ് മൂവ്മെന്റ് ലെഗ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ടാപ്പിംഗ് ആണ് 3 times. അതായത് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. ചെറുതായിട്ടൊന്ന് ബെൻഡ് ഡൗൺ ചെയ്യുക. അതായത് 1 2 3 ഇരുന്ന് കൊടുത്തിട്ട് എണീക്കുക. ഓക്കെ, 1 2 3. ഓക്കെ, ആൻഡ് ഹാൻഡ് മൂവ്മെന്റ് കണ്ടപ്പോൾ ലൈക്ക് നമ്മൾ കണ്ണ് പൊത്തുന്ന പോലെ വെക്കുക. കണ്ടപ്പോൾ 1 2 3 അങ്ങനെ. ഓക്കെ, യെസ്. 5 6 7 ഗോ, 1 2 3 4.
ഓക്കെ യെസ്, കണ്ടപ്പോൾ അടിവയറ്റിൽ. അപ്പം നമ്മൾ ലെഗ് ഓൾറെഡി ജോയിൻ്റ് ആണ്. ആ ജോയിൻ ചെയ്ത ലെഗിൽ നിന്ന്, അതായത് ജോയിൻ ചെയ്ത റൈറ്റ് ലെഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് വൈഡ് ചെയ്യാം. ഓക്കെ, വൈഡ് ചെയ്യുക ആൻഡ് ജസ്റ്റ് ഡൗൺ ചെയ്ത് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, വൈഡ്, യെസ്, wide down and join. Yes, it's like 1 and 2. Okay, അടി വയറ്റിൽ നിന്നുള്ള സമയത്താണ്. ആൻഡ് ആ സമയത്ത് ഹാൻഡ് മൂവ്മെന്റ് ലൈക്ക് യുവർ റൈറ്റ് ഹാൻഡ് ഷുഡ് ബി ഓൺ യുവർ സ്റ്റൊമക്ക്, അബ്ഡോമൻ പാർട്ടിൽ വെക്കുക. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ജസ്റ്റ് താഴെ വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈഡ് ചെയ്ത് പിടിക്കാം. നോക്കിയേ, അടിവയറ്റിൽ 1 and 2. ഓക്കെ, അടിവയറ്റിൽ മഞ്ഞുള്ള രാത്രി. മഞ്ഞുള്ള രാത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ റൈറ്റ് ലെഗ് വൈഡ് ചെയ്യുക ടുവേർഡ്സ് യുവർ ലെഫ്റ്റ് കോർണർ, സോറി റൈറ്റ് കോർണറിലേക്ക് വൈഡ് ചെയ്യുക. റൈറ്റ് കോർണറിലേക്ക് വൈഡ് ചെയ്യുക ആൻഡ് ജോയിൻ, ദെൻ ഹിറ്റ്, ചെസ്റ്റ് ഒന്ന് ഹിറ്റ് ചെയ്യുക. ഓക്കെ, 1 2. ഓക്കെ, യെസ്. ആ സമയത്ത് കൈ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് കോർണറിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഓൺ ദ റൈറ്റ് കോർണർ ടോപ്പ്. റൈറ്റ് ഹാൻഡ് റൈറ്റ് കോർണർ ടോപ്പിലേക്ക് പോകുക, ദെൻ ജോയിൻ, ദെൻ ഹിറ്റ് ഡൗൺ, ഹിറ്റ്. ഓക്കെ, ഹിറ്റ് വിത്ത് യുവർ ചെസ്റ്റ്. ഓക്കെ, യെസ്. നമുക്കൊന്നുകൂടെ ചെയ്താലോ? 5 6 7 ഗോ. 1 2 3 4 5 6 7 8. ഓക്കെ, കിട്ടിയോ? അപ്പൊ ഇതിന്റെ ലിറിക്കിൽ വരുമ്പോ എങ്ങനെയാണ്? നിന്റെ നുണക്കുഴി കണ്ടപ്പോ അടിവയറ്റിലും മഞ്ഞുള്ള രാത്രി. യെസ്, കിട്ടിയോ? ഇനി അടുത്തത് എന്താ? നിന്റെ ചിരി അത് കണ്ടപ്പോൾ അയ്യോ നെഞ്ചിലൊരാതി. ഓക്കെ, ആ ഒരു പോർഷനാണ്. അപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഇവിടെയാണല്ലോ നമ്മൾ എൻഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ആ സമയത്ത് നമ്മുടെ ലെഫ്റ്റ് ലെഗ് നോക്കിക്കുക, എങ്ങനെയാണ്? ടോയിലാണ് നിൽക്കുന്നത്. ടോ. ഓക്കെ, ടോയിലാണ് ചെസ്റ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ നിൽക്കുന്നത്. അപ്പം നെക്സ്റ്റ് മൂവ്മെന്റ് നോക്കിക്കോ. ജസ്റ്റ് ലെഫ്റ്റ് ലെഗ് വൈഡ് ചെയ്യുക, വൈഡ് ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക? ലെഫ്റ്റിലേക്ക് ബോഡി ടിൽറ്റ് ചെയ്യുക, ദെൻ അഗെയിൻ റൈറ്റിലേക്ക് ബോഡി ടിൽറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റിലേക്ക് ചെയ്യുമ്പോൾ ബോഡി ഷുഡ് ബി ഫേസ് ടുവേർഡ്സ് യുവർ റൈറ്റ് സൈഡ്, ആൻഡ് വെൻ യു ടിൽറ്റ് യുവർ ബോഡി ടുവേർഡ്സ് ദ റൈറ്റ്, ലെഫ്റ്റിലേക്ക് ബോഡി ഫേസ് ചെയ്യുക. ക്ലിയർ? യെസ്. അതായത് 1 and 2. യെസ്, 1 and 2. ഓക്കെ, സോ അത് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ ഹാൻഡ് മൂവ്മെന്റ്? നിന്റെ ചിരി. ഓക്കെ, നിന്റെ ചിരി. ചിരിക്ക് ഇങ്ങനെ ഒരു ജസ്റ്റ് കൊടുക്കുക. ഓക്കെ, നിന്റെ ചിരി അത് കണ്ടപ്പോൾ. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ചെയ്തത് ടാപ്പ് 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 ആണ്. ഇതിൻ്റെ ഒരു വേരിയേഷൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ജോയിൻ ഓപ്പൺ. ഓക്കെ, ജോയിൻ ചെയ്യുമ്പോൾ ബെൻഡ് ഡൗൺ ആൻഡ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഹാൻഡ് മൂവ്മെന്റ് സിമിലർ തന്നെയാണ്. നോക്കിയേ, കണ്ടപ്പോൾ. ഓക്കെ, ഇനി എഗെയിൻ ടാപ്പ് ടാപ്പ് ഉണ്ട്. എപ്പോഴാ? അയ്യോ നെഞ്ചിലൊരാതി. നോക്കിക്കോ, ടാപ്പ് ടാപ്പ് ടാപ്പ്. റൈറ്റ് ടാപ്പ് ചെയ്തു, ലെഫ്റ്റ് ടാപ്പ് ചെയ്തു, റൈറ്റ് ടാപ്പ് ചെയ്തു, ടാപ്പ് ടാപ്പ് ടാപ്പ്. അപ്പം നമ്മൾ ഈ വാശി പിടിക്കുന്ന പോലത്തെ ഒരു മൂവ്മെന്റ് കൊടുക്കുക. എങ്ങനെയാ കൊടുക്കണ്ടേ? അയ്യോ, നമ്മൾ വാശി പിടിക്കത്തില്ലേ, അങ്ങനത്തെ ഒരു മൂവ്മെന്റ് കൊടുക്കുക. അതായത് റൈറ്റ് ലിഫ്റ്റ് ചെയ്യുക, ലെഫ്റ്റ് ലിഫ്റ്റ് ചെയ്യുക, റൈറ്റ് ലിഫ്റ്റ് ചെയ്യുക, ഓപ്പോസിറ്റ് ആയിട്ട്. ഓക്കെ, 5 6 7 ഗോ. അയ്യോ നെഞ്ചിലൊരാതി. നെഞ്ചിലൊരാതി പറയുമ്പോൾ എഗെയിൻ റൈറ്റ് ലെഗ് വൈഡ് ചെയ്യുക, നെഞ്ചിലൊരാതി. നേരത്തെ നമ്മൾ എങ്ങോട്ടാ ചെസ്റ്റ് അപ്പാണ് ലിഫ്റ്റ് ചെയ്തത് അല്ലേ, ഹിറ്റ് ചെയ്തത് ഇങ്ങനെ അപ്പ്. ഇത് നോക്കിയേ, ഫ്രണ്ടിലേക്ക്. ഇത് ഫ്രണ്ടിലേക്ക് ഹിറ്റ് ചെയ്യുക, ഡൗൺ ചെയ്യുക. ഓക്കെ, നെഞ്ചിൽ ഹാൻഡ് മൂവ്മെന്റും വരിക. എങ്ങനെയാ? റൈറ്റ് ഹാൻഡ് ഷുഡ് ബി ഓൺ യുവർ ചെസ്റ്റ്, ലെഫ്റ്റ് ഷുഡ് ബി ഓൺ യുവർ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, സൈഡിൽ കൊടുക്കാം. നെഞ്ചിലൊരു ആദി. ഓക്കെ, ഫ്രണ്ടിലേക്ക് ഹിറ്റ് കൊടുക്കാം, ആദി. ഓക്കെ, യെസ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം കൗണ്ടിൽ. ഓക്കെ, ഫ്രം ദ ബിഗിനിങ്. 5 6 7 ഗോ. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഓക്കെ, യെസ്. ഇതാണ് നമ്മുടെ ആ ഫസ്റ്റ് ലിറിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ അടുത്തതാണ് കരിമിഴിയുള്ള കളവാണിക്കാർ കൂന്തൽ കണ്ടപ്പോ കണ്ണൊന്ന് ഉടക്കി. ഓക്കെ, യെസ്. ഞാൻ എന്താ ചിരിക്കുന്നതെന്നറിയോ? നിങ്ങൾ പറഞ്ഞില്ലേ പാട്ട് പാടണ്ട കളിച്ചാൽ മതി എന്ന്, അത് ഓർത്തോർത്ത് ഞാൻ ചിരിക്കുകയാണ്.
പക്ഷെ ഞാൻ പാടിയില്ലെങ്കിൽ എൻ്റെ പിള്ളേർക്ക് മനസ്സിലാവൂല. ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മളിത് ഹിറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ് അല്ലേ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ലൈക്ക് ലിഫ്റ്റ് യുവർ റൈറ്റ് ലെഗ് ഫസ്റ്റ്. അതായത് റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. ആൻഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് എ വേവ് ഷുഡ് ബി സ്റ്റാർട്ട് ഫ്രം യുവർ ചെസ്റ്റിൽ നിന്ന് ഡൗൺ. ഓക്കെ, ചെസ്റ്റിൽ നിന്ന് നമ്മുടെ ബേസിലേക്ക് ഒരു വേവ് സംഭവം കൊടുക്കുക. ഓക്കെ, 1. അത് ചെയ്ത് കഴിയുമ്പോൾ മീൻസ് ആ ഒരു വേവ് ഇവിടെ ഡൗൺ എത്തുമ്പോൾ നമ്മുടെ റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അതൊരു കണക്ഷൻ ആയിട്ട് കൊടുക്കുക കേട്ടോ. യെസ്, 5 6 7 ഗോ. 1 and 2 and. ഓക്കെ, യെസ്. അതായത് 1 ഇവിടെ കൊടുക്കുക, 2 ഇവിടെ കൊടുക്കുക, 3 4. അതായത് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് റൈറ്റ്. ഓക്കെ, യെസ്. അതാണ് ലെഗ് മൂവ്മെന്റ്. നോക്കിക്കോ, 5 6 7 ഗോ. 1 2 3 4. കിട്ടിയോ? യെസ്. ഇനി ഇതിന്റെ ഹാൻഡ് മൂവ്മെന്റ് നോക്കിക്കോ. ജസ്റ്റ് വൈഡ് ചെയ്തിട്ട് ഇൻസൈഡ് പുള്ളി ചെയ്യുക. ഓക്കെ, ഇൻസൈഡ് പുള്ളി ചെയ്യുക, ലെഫ്റ്റിൽ നിന്ന് പുള്ളി ചെയ്യുക. അതായത് റൈറ്റ് വെക്കുക, വൈഡ് ചെയ്ത് വെക്കുക, പുള്ളി ചെയ്യുക. അതായത് വേവ് വരുമ്പോൾ പുൾ പുൾ അഗെയിൻ റൈറ്റ് പുൾ 2 ടൈംസ് റൈറ്റിലേക്ക്. ഓക്കെ, ഇനി ലെഗും ഹാൻഡും ഒരുമിച്ച് ചെയ്യാം. 5 6 7 ഗോ. കരിമിഴിയുള്ള കളവാണി. Okay, yes, 5 6 7 go. 1 2 3 4. Yes, 5 6 7 go. കരിമിഴിയുള്ള കളവാണി. കിട്ടിയോ? കാർക്കൂന്തൽ കണ്ടപ്പോ കണ്ണൊന്ന് ഉടക്കി. യെസ്, ഇനി അതാണ് കാർക്കൂന്തൽ കണ്ടപ്പോ. സോ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് കോർണറിലേക്ക് നോക്കിയേ. ഹീൽ. ഓക്കെ, നിങ്ങളുടെ ടോ ലിഫ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഹീൽ എന്ന് പറയുമ്പോൾ ഹീലിൽ നിൽക്കുക, ടോ ലിഫ്റ്റ് ചെയ്യുക. ആദ്യം ലെഫ്റ്റ് കോർണർ, ദെൻ റൈറ്റ് കോർണർ. ഓക്കെ, 5 6 7 ഗോ. 1 2. ഓക്കെ, ജമ്പ് ചെയ്യുക, ദെൻ അഗെയിൻ ലാൻഡ് ചെയ്ത് ജമ്പ് ചെയ്യുക. അതായത് നമ്മുടെ ഫ്ലോറിൽ കാല് ഉറപ്പിച്ച് ജമ്പ് ചെയ്യുക. അതായത് 1 2. ഓക്കെ, അതായത് 1 2 3 4. ഓക്കെ, കിട്ടിയോ? യെസ്. ഇനി ഇതിൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ് നോക്കിക്കോ. 1. ഓക്കെ, 1 റൈറ്റ് ഹാൻഡ് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഹിറ്റ്. ഓക്കെ, ഹിറ്റ് ആൻഡ് ജമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെഡ് മൂവ്മെൻറ്റ്, അതായത് നമ്മുടെ ഒരു ഹെഡ് ലെവലിൽ നിന്ന് താഴേക്ക് പോവുക. എങ്ങോട്ടേക്ക്? വേസ്റ്റിൻ്റെ സൈഡിലേക്ക് താഴേക്ക്. ഓക്കെ, ജമ്പ് ചെയ്യുമ്പോൾ കേട്ടോ. നോക്കിക്കോ. 1 2 3 4. ഓക്കെ, 3 4. താഴേക്ക് ഡൗൺ ചെയ്യുക. യെസ്, 5 6 7 ഗോ. 1 2 3 4. ഇത് കഴിഞ്ഞതിന് ശേഷം ടാപ്പ് ആൻഡ് ലിഫ്റ്റ്. ഓക്കെ, ടാപ്പ് ആൻഡ് ലിഫ്റ്റ്, ദെൻ സ്ട്രേറ്റ് ക്രോസ് വയ്ക്കുക. ഓക്കെ, സ്ട്രേറ്റ് ക്രോസ് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ലെഗിൻ്റെ ക്രോസ് റൈറ്റ് ലെഗ് സ്ട്രേറ്റ് ആയിട്ട് വെക്കുക. ഓക്കെ, കിട്ടിയോ? യെസ്, ഒരുപാട് പറഞ്ഞു. 5 6 7 ഗോ. 1 2 3 4 5 6. ഓക്കെ, ആൻഡ് ഇത് ചെയ്യുമ്പോൾ ഹാൻഡ് നോക്കിക്കോ. ഹാൻഡ് ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് റൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് ഇതാ ഈ ഒരു പൊസിഷനിൽ പിടിക്കുക. ആൻഡ് ലെഗ് താഴെ വരുമ്പോൾ ഇറ്റ്സ് ഡൗൺ. ഓക്കെ, 1 2. 1 ലെഗിൻ്റെ മൂവ്മെൻറ്റ് പോലെ തന്നെ എന്ത് ചെയ്യുക? ഹാൻഡും ഡൗൺ ചെയ്യുക. കിട്ടിയോ? ഒന്നുകൂടെ ചെയ്യാം. യെസ്, 5 6 7 ഗോ. കരിമിഴിയുള്ള കളവാണി കാർക്കൂന്തൽ കണ്ടപ്പോ കണ്ണൊന്ന് ഉടക്കി. കിടി. യെസ്, ചിരിക്കല്ലേ പെണ്ണെ കല്യാണി. ഇനി ആ മൂമെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇത് ചെയ്ത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇനി ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ റൈറ്റ് ലെഗ് ഇല്ലേ, അത് കോർണറിലേക്ക് സ്റ്റെപ്പ് ചെയ്യുക. എങ്ങനെയാ? 1 2. ഓക്കെ, യെസ്. ഞാൻ നിന്ന കാലം എന്ത് ചെയ്യുക? 5 6 7 ഗോ. റൈറ്റ് ലെഫ്റ്റ് ടുവേർഡ്സ് യുവർ റൈറ്റ് കോർണർ. കിട്ടിയോ? ഓക്കെ, ആൻഡ് ഇത് ചെയ്യുമ്പോൾ ഹാൻഡ് മൂവ്മെന്റ് നോക്കിക്കോ. 1 2. ഓക്കെ, അപ്പ് ഡൗൺ. അതായത് റൈറ്റ് വെക്കുമ്പോൾ അപ്പ്, ലെഫ്റ്റ് വെക്കുമ്പോൾ ഡൗൺ. ഓക്കെ, 5 6 7 ഗോ. 1 2. ഓക്കെ, ദെൻ ഹാൻഡ് മാത്രം ലിഫ്റ്റ് ചെയ്യുക. റൈറ്റ് ലെഫ്റ്റ്. ആൻഡ് വെൻ യു ലിഫ്റ്റ് റൈറ്റ്, ബോഡി എങ്ങോട്ടേക്ക് ടിൽറ്റ് ചെയ്യുക? ടുവേർഡ്സ് യുവർ ലെഫ്റ്റ് സൈഡിലേക്ക് ടിൽറ്റ് ചെയ്യുക. ലെഫ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിലേക്ക് ബോഡി ടിൽറ്റ് ചെയ്യുക. ആൻഡ് ഇത് ചെയ്യുമ്പോൾ ബോഡി പോസ്ചർ ഷുഡ് ബി ഓൺ യുവർ റൈറ്റ് കോർണർ. ഓക്കെ,
ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അതായത് ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, റൈറ്റ് ലെഫ്റ്റ്. യെസ്, 5 6 7 ഗോ. 1 2 3 4. ഓക്കെ, ദെൻ ഹാൻഡ് മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്, പക്ഷെ ഹാൻഡ് മൂവ്മെന്റ് ഷുഡ് ബി ഓൺ യുവർ സ്ട്രെയിറ്റ്. കല്യാണി. അപ്പം നമ്മൾ ആ കല്യാണിനെ ഒരു സുന്ദരി എന്നുള്ള പോലെ കാണിക്കുകയാണ്. എങ്ങനെയാണ്? കല്യാണി. ഓക്കെ, കല്യാണി നിന്റെ മാരത്തെ പുള്ളി നീ എന്നെ കുടിക്ക്. അത് വരുമ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഓക്കെ എടുത്ത് വെക്കുക. ഓക്കെ, അതായത് ലെഫ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് റൈറ്റ്. യെസ്, സ്ലൈഡ് അഗെയിൻ, സ്ലൈഡ്. ഓക്കെ, 1 and 2. ഓക്കെ, സ്ലൈഡ് ചെയ്ത് ജോയിൻ ചെയ്യുക. അതായത് ലെഫ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് സ്ലൈഡ് അഗെയിൻ, ഗോ ബാക്ക് ആൻഡ് ദെൻ സ്ലൈഡ്. ഓക്കെ, ആൻഡ് ഹാൻഡ് മൂവ്മെന്റ് നോക്കിക്കോ. ഇറ്റ്സ് ലൈക്ക് 1 2. യെസ്, 5 6 7 go. 1 and 2. 1 and 2. And hand should be like a wave. കണ്ടോ? ഒരു വേവ്. യെസ്, 5 6 7 go. 1 and 2. Then wide ചെയ്യുമ്പോൾ straight look. Then head മാത്രം ജസ്റ്റ് ഒന്ന് ടക്ക് ടക്ക്. Okay, hit with your head like 1 2. Yes, 5 6 7 go. 1 2 3 4. ഓക്കെ, നമുക്ക് ആ മൂവ്മെന്റ് ഒന്ന് ഇവിടെ ചെയ്ത് നോക്കിയാലോ. യെസ്, 5 6 7 go. കരിമിഴിയുള്ള കളവാണി കാർക്കൂന്തൽ കണ്ടപ്പോ കണ്ണു നോടക്കി. ചിരിക്കല്ലേ പെണ്ണ് കല്യാണി നിന്റെ മാറത്തെ പുള്ളി നീ എന്നെ നീ കൊടുക്ക്. അപ്പൊ ചെയ്തതിന് ശേഷം ഒരു ഹിറ്റ് വിത്ത് യുവർ ഹെഡ്. ക്ലിയർ ആണോ? അത്രയും ഓക്കെ അല്ലേ? യെസ്. ഇനിയാണ് നിന്റെ കയ്യിൽ വള കണ്ട് കാലിൽ കൊലുസുണ്ട് എന്നെ നീ കൊടുക്കി. ആ ഒരു സംഭവമാണ്. അത് ഒരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഫുഡ് വർക്ക് ആൻഡ് സ്റ്റെപ്പാണ്. ഐ മീൻ അത് കണക്റ്റഡ് ആയിട്ട് തന്നെ പോകണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. നോക്കിക്കോ. 5 6 7 go. 1 and 2 and 3 and 4 and 5 and 6 and 7 and 8 and ഓക്കെ, ഇതാണ് ആ മൂവ്മെന്റ്. അപ്പോൾ അത് സ്ലോലി കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മുടെ മൂവ്മെന്റ്സ് ഫൈനലി നമ്മൾ വന്നു, ഹെഡ് ഹിറ്റ് ചെയ്തു അല്ലേ. ഞാൻ കാണിച്ചു തന്നത് ഒരു കണക്ഷൻ സ്റ്റെപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നിങ്ങളുടെ റൈറ്റ് ലെഗ് സ്റ്റെപ്പ് ചെയ്ത് വെക്കുക ഫ്രണ്ടിലേക്ക്. അതായത് റൈറ്റ്, ദെൻ ലിഫ്റ്റ് യുവർ ലെഫ്റ്റ്. ഓക്കെ, 5 6 7 go. 1 and ഓക്കെ, ദെൻ ബാക്ക് ക്രോസ് വയ്ക്കുക. ഏത്? ലെഫ്റ്റ് ലെഗ്. ദെൻ ആ സമയത്ത് റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ലിഫ്റ്റ് ചെയ്തു. അതായത് 5 6 7 go. 1 and 2 and 3 വയ്ക്കുക. 3 and ഓക്കെ, 3 വെച്ചതിന് ശേഷം ടോ ലിഫ്റ്റ് ചെയ്യുക ടുവേർഡ്സ് യുവർ റൈറ്റ്. അഗെയിൻ ഡൗൺ, ദെൻ ലിഫ്റ്റ് ടുവേർഡ്സ് യുവർ ലെഫ്റ്റ്. ഓക്കെ, യെസ്, 5 6 7 go. 1 and 2 and 3 and 4 and കിട്ടി. ദെൻ നോക്കി ഒരു കിക്ക് കൊടുക്കുക ഫ്രണ്ടിലേക്ക്. കിക്ക് സൈഡ്, kick side and hit with your hip. Yes, 5 6 7 go. Okay, kick side, hip, hit. Okay, 5 6 7 go. 3 and 4. Okay, yes, 5 6 നമുക്ക് from the beginning ചെയ്ത് നോക്കാം. 5 6 7 go. 1 and 2 and 3 and 4 and 5 and 6 and okay, അതായത് കിക്ക് ചെയ്തു, സൈഡ് വന്നു, എഗെയിൻ എന്ത് ചെയ്യും? ക്രോസ് വെച്ചു. ബിക്കോസ് നമുക്ക് ടേൺ ചെയ്യണം, അതുകൊണ്ട് നമുക്ക് ക്രോസ് വെച്ചു. ദെൻ ടേൺ ചെയ്ത് നേരെ വരും. ഓക്കെ, അപ്പം നമ്മുടെ ബോഡി പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റിലേക്കാണ്. നമ്മുടെ റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ, ലെഫ്റ്റ് ലെഗ് ബാക്കിലായിട്ട് നമ്മൾ ഇതാ ഇങ്ങനത്തെ ഒരു ബോഡി പൊസിഷനിലേക്ക് വരും. ഓക്കെ, ദെൻ റൊട്ടേറ്റ് യുവർ ഹെഡ്. യെസ്, ഇനി ഇതിൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ് നോക്കാം. യെസ്, ഫസ്റ്റ് ഹാൻഡ് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ 1 and, അതായത് 1 and വെക്കുമ്പോൾ ജോയിൻ ചെയ്യുക, ദെൻ അത് ഓപ്പൺ ചെയ്യുക. ആൻഡ് യുവർ ഹാൻഡ് ഷുഡ് ബി ഇൻ യുവർ right hand should be your head level and left hand should be your chin level. Yes, 5 6 7 go. 1 and okay, 2 left side ആണ്, അത് കൈ രണ്ടും ലെഫ്റ്റിലേക്ക് വരിക. 2 and okay, ലിഫ്റ്റ് ചെയ്യുമ്പോൾ ലെഗ് ഹാൻഡ്സും വൈഡ് ചെയ്യുക. ദെൻ 3 ഡൗൺ, ഹാൻഡ്സ് രണ്ടും ഡൗൺ ചെയ്യുക, സൈഡിലേക്ക് പോകുക രണ്ട് ഹാൻഡും.
then again come down, then ലെഫ്റ്റിലേക്ക് പോവുക. ആദ്യം റൈറ്റ്, then ലെഫ്റ്റ്, down, right, down, left. ഓക്കെ, ആൻഡ് കിക്ക് ചെയ്യുമ്പോൾ ഹാൻഡ്സ് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് പുഷ് ചെയ്യുക. ഓക്കെ, കൈയും കൊണ്ടൊന്ന് പുഷ് ചെയ്യുക. ദെൻ സൈഡിലേക്ക് വന്നു, സൈഡിലേക്ക് വരുമ്പോൾ കൈ രണ്ടും ജോയിൻ ചെയ്യുക. ദെൻ ഹിറ്റ് വിത്ത് യുവർ ഹിപ്പ്. ദെൻ ക്രോസ് ചെയ്യുമ്പോൾ ചെസ്റ്റിൽ പിടിക്കുക. ടേൺ ആൻഡ് റൊട്ടേറ്റ് യുവർ ഹെഡ് 1 time. കൺഫ്യൂഷൻ ആയോ? ഇറ്റ്സ് കൈൻഡ് ഓഫ് ലിറ്റിൽ കൺഫ്യൂഷൻ, പക്ഷേ ഭയങ്കര ഈസിയാണ് കേട്ടോ. യെസ്, ഒന്നുകൂടെ ചെയ്യാം. നമുക്കൊന്ന് കൗണ്ടിൽ ചെയ്ത് നോക്കാം. 5, 6, 7, go. 1 and 2 and 3 and 4 and 5 and 6 and 7 and 8 and. ഓക്കെ, യെസ്, സ്പീഡാണ് കേട്ടോ. നമുക്ക് സോങ്ങിൽ ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 5, 6, 7, go. നിന്റെ കണ്ണിലെ നിറം കണ്ട്, കയ്യിലെ വള കണ്ട്, കാലിലെ കൊലുസ് കൊണ്ട് എന്നെ നീ കുടുക്കി. ഓക്കെ, യെസ്, കുറച്ച് സ്പീഡാണ്. ഓക്കെ, എന്നിട്ട് അരയിലെ അരഞ്ഞാണം. അപ്പം നമ്മളത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ഒന്ന് നിൽക്കും, റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ ഒന്ന് നിൽക്കും. ഓക്കെ, അരയിലെ അരഞ്ഞാണം, ആ ഒരു മൂമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന നിങ്ങളുടെ റൈറ്റ് ലെഗിനെ ജസ്റ്റ് ബാക്കിലേക്ക് സ്റ്റെപ്പ് ചെയ്ത് വയ്ക്കാം. അതായത് 1, then ലെഫ്റ്റ് ലെഗ്, 2. യെസ്, 5, 6, 7, go. 1, 2. ഓക്കെ, ആൻഡ് ഫസ്റ്റ് റൈറ്റ് വെക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിൽ, ദെൻ ലെഫ്റ്റ് വെക്കുമ്പോൾ ക്രോസ് ആണ്. നോക്കേ, സൈഡ് എങ്ങോട്ടേക്കാ? ലെഫ്റ്റിലേക്ക് തന്നെയാണ്. പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് എങ്ങോട്ടേക്കാ വെക്കണ്ടേ? റൈറ്റ് സൈഡിലേക്ക്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നോക്കിക്കോ. 1, 2. ഓക്കെ, 5, 6, 7, go. 1, 2, then hip. ബാക്കിലേക്കൊന്ന് ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, 5, 6, 7, go. 1, 2, 3. കിട്ടിയോ? യെസ്, 5, 6, 7, go. 1, 2, 3 and okay, then use your hip like, നോക്കിക്കേ, hip towards the right hip, left hip. Okay, 1, 2, 3, 4. Okay, right left ഉള്ളൂ. പക്ഷെ ആദ്യത്തെ റൈറ്റ് ലെഫ്റ്റ് വൈഡ് ചെയ്യുക. ദെൻ അഗെയിൻ റൈറ്റ് ലെഫ്റ്റ് ലെഗ് തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, യെസ്, 1 more time. 5, 6, 7, go. 1, 2, 3, 4, 5, 6, 7, 8. യെസ്, ഒന്നുകൂടെ ചെയ്യാം. 5, 6, 7, go. കണ്ണിലെ നിറം കണ്ട്, കയ്യിലെ വള കണ്ട്, കാലിലെ കൊലുസ് കൊണ്ട് എന്നെ നീ കുടുക്കി, അരയിലെ അരഞ്ഞാണം മടിക്കെട്ടിൽ കിടക്കുമ്പോൾ. അടുത്തത് എനിക്കെൻ്റെ മോഹങ്ങളാണ് പൊട്ടി ഒഴുകുമ്പോൾ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു, ഹിപ്പ് ചെയ്തു, എഗെയിൻ ഹിപ്പ് ഹിറ്റ്, ജോയിൻ ചെയ്തു. എനിക്കെൻ്റെ മോഹങ്ങളിൽ നമ്മൾ നോക്കിക്കോ, നമ്മൾ നേരെ നിൽക്കാനുള്ള ബോഡി റൈറ്റ് ലെഗും കൊണ്ട് ജസ്റ്റ് നമ്മുടെ ബാക്കിലേക്ക് വെക്കുക, കാലെടുത്ത് വെക്കുക. അതായത് 1, 2, 3 and 4. ഓക്കെ, എങ്ങനെയാ? റൈറ്റ് വെച്ചു, സ്ട്രെയിറ്റ് വെച്ചു, ദെൻ വേവ് വേവ്. ഈ വേവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നോക്കിക്കേ, വേവ് ചെയ്ത് റൈറ്റ് ലിഫ്റ്റ് ചെയ്തു, ക്രോസ് വെച്ചു, എഗെയിൻ ലിഫ്റ്റ് ചെയ്തു, അപ്പ്. ഓക്കെ, അതായത് നമ്മൾ ട്രാവൽ ചെയ്യണം ഫ്രണ്ടിലേക്ക്. നോക്കിയേ, 1 and 2. യെസ്, 5, 6, 7, go. 1 and 2. ട്രാവൽ ചെയ്ത് എങ്ങോട്ട് പോകണം? ഫ്രണ്ടിലേക്ക് പോകണം. ആൻഡ് ഇതിൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ് നോക്കിക്കോ, നോക്കിക്കേ, ബാക്ക് നോക്കിക്കേ, ബാക്ക് നോക്കിക്കേ. ബാക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് ഓൺ യോർ ചെസ്റ്റ് ലെവൽ, ലെഫ്റ്റ് ഹാൻഡ് സ്ട്രെയിറ്റ് നേരെ പിടിക്കാം. ഓക്കെ, സ്ട്രെയിറ്റ് നേരെ. യെസ്, ഇതാണ് സംഭവം. ഓക്കെ, നമ്മൾ നേരെ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. യെസ്, 5, 6, 7, go. 1. ഓക്കെ, ഹിറ്റ് കൊടുക്കാം. 1, 5, 6, 7, go. 1, 2. റൊട്ടേറ്റ്. ജോയിൻ ചെയ്യുമ്പോൾ റൊട്ടേറ്റ്. യെസ്, ഞാൻ നേരെ കാണിച്ചു തരാം. നോക്കിക്കേ, ഹിറ്റ് ആൻഡ് റൊട്ടേറ്റ്. 5, 6, 7, go. ഹിറ്റ്, റൊട്ടേറ്റ്, ദെൻ വേവ് വേവ്. ഓക്കെ, അതായത് ഹിറ്റ്, റൊട്ടേറ്റ്, വേവ് ആൻഡ് വേവ്. ഓക്കെ, ആൻഡ് ഇത് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ബാക്കിലേക്കാണെന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ നേരെ നിൽക്കുമ്പോൾ നേരെ ബാക്കിലേക്ക്. ഹാൻഡ് ബോഡി ഫേസ് ടുവേർഡ്സ് യുവർ റൈറ്റ് ഹാൻഡ് സൈഡ്.
ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 5 6 7 ഗോ. എനിക്കെന്റെ മോഹങ്ങളാണ് പൊട്ടി ഒഴുകുമ്പോ. ദെൻ നോക്കല്ലേ നീ ഒരു തീ, ആ ഒരു പോർഷൻ ആണ്. സോ നമ്മൾ ഓൾറെഡി ലിഫ്റ്റ് ചെയ്തിരിക്കുന്ന ലെഗ് ഡൗൺ ചെയ്ത് സ്ട്രെയിറ്റ് വെക്കാം. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റോബോട്ടിക് മൂവ്മെന്റ്. അതായത് നോക്കിയേ, നമ്മൾ പിടിച്ച് ചെയ്യില്ലേ. ഓക്കെ, 1 and 2. ഓക്കെ, ഹാൻഡ് മൂവ്മെന്റ് നോക്കിക്കോ. നോക്കല്ലേ നീ ഒരു തീ. ഓക്കെ, ആദ്യം റൈറ്റ് വെച്ചു, ദെൻ ഇൻ, ദെൻ സിറ്റ്. ഓക്കെ, 5 6 7 ഗോ. നോക്കല്ലേ നീ ഒരു തീ. ഓക്കെ, അത് അങ്ങനെ ഒരു റോബോട്ടിക് മൂവ്മെന്റ് ആയിട്ട് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് എ ഫുഡ് വർക്ക് ദാറ്റ് വി ഷുഡ് ട്രാവൽ ഫ്രം യുവർ റൈറ്റ് ഹാൻഡ് സൈഡ് ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ആൻഡ് അത് കുറച്ചൊരു ടാസ്ക്കാണ്, പക്ഷെ അത്രയ്ക്കില്ല. പറഞ്ഞുതരാം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ. യെസ്, 5 6 7 ഗോ. 1 and 2 and. യെസ്, അപ്പോൾ ആ മൂവ്മെന്റ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് ലെഗ് ഓൺ യുവർ ടോയിലായിരിക്കണം, ലെഫ്റ്റ് ലെഗ് ലാൻഡ് ചെയ്ത് തന്നെ വെക്കാം. ആൻഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത്, ഓപ്പൺ ചെയ്യുന്ന സമയത്ത് രണ്ടും ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം. റൈറ്റ് ലെഗ് ടോയിലാണ്. ഓക്കെ, ദെൻ ക്ലോസ്, ദെൻ റൈറ്റ് ഓപ്പൺ ചെയ്യുക, ദെൻ close. Okay, 5 6 7 go. 1 and 2 and. 5 6 7 go. 1 and 2 and. Okay, open close, open close. ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, റൈറ്റ് ലെഗ് ഓൺ യുവർ ടോ. ഓക്കെ, 5 6 7 go. 1 and 2 and. ഓക്കെ, ആൻഡ് ആ മൂവ്മെന്റ് ചെയ്യുമ്പോൾ ഹാൻഡ് പൊസിഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ റൈറ്റ് അപ്പ്, ദെൻ ലെഫ്റ്റ് ഡൗൺ വരിക ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അതായത് 1 and 2 and. നോക്കേ, ചെസ്റ്റ് നോക്കേ, 1 and 2 hand. ഒരു ഹിറ്റ് ഫ്രണ്ടിലേക്ക് കൊടുക്കുക. യെസ്, 5 6 7 go. 1 and 2 and. 5 6 7 go. 1 and 2 and. ഓക്കെ, നോട്ടത്തിൽ മുനയുള്ള ചങ്കുള്ളാരത്തെ. അങ്ങനെ വരുമ്പോൾ അത് കഴിഞ്ഞ് നോക്കിക്കേ, 5 6 7 go. 1 and 2 and. ദെൻ റൈറ്റ് ലെഗ് എടുത്ത് വെക്കുക, ലെഫ്റ്റ് ലെഗ് എടുത്ത് വെക്കുക. ആൻഡ് ആ ഒരു മൂവ്മെന്റ് എങ്ങനെയാന്ന് പറയുന്നത് ഫസ്റ്റ് ചെസ്റ്റ്, ദെൻ പോട്ടെ എന്നുള്ള രീതിയിൽ ചെസ്റ്റിൽ ഒരു മൂവ്മെന്റ് അങ്ങനെ കൊടുക്കുക. യെസ്, 5 6 7 go. 1 and 2 and. 5 6 7 go. 1 and 2 and. ഓക്കെ, ജസ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എടുത്ത് വെച്ചാൽ മതി. ആൻഡ് ഈ ഒരു റീല് ഞാൻ ഫിനിഷ് ചെയ്തത് ലൈക്ക് നമ്മൾ ആ ഒരു ബ്യൂട്ടി ആസ്വദിക്കുന്ന പോലെ ഫ്രണ്ടിലേക്ക് ഓടി വന്ന് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഒരു പെണ്ണിനെ വർണ്ണിക്കാനാണല്ലോ. അപ്പം അങ്ങനെ ആ ബ്യൂട്ടി ഇങ്ങനെ ആസ്വദിക്കുന്ന രീതിയിലാണ് ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഈ പുതിയ പഠിച്ച മൂവ്മെന്റ് ഒന്ന് ഒരുമിച്ച് ചെയ്യാം. 5 6 7 go. എനിക്കെൻ്റെ മോഹങ്ങളാണ് പൊട്ടി ഒഴുകുമ്പോൾ നോക്കല്ലേ നീ ഒരു തീ, നോട്ടത്തിൽ മുനയുള്ള ചങ്ങുള നിങ്ങൾ നോക്കല്ലേ നീ ഒരു തീ. ഓക്കെ, സോ ഗൈസ്, ഇതാണ് നമ്മൾ ചെയ്ത കല്യാണിയുടെ ട്യൂട്ടോറിയൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഞാൻ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് നിർത്തി കാണാം കേട്ടോ. ആൻഡ് ഓൾസോ ഞാൻ ചെയ്ത ഒരു വീഡിയോയും കൂടെ ഒന്ന് റെഫർ ചെയ്യുക, അപ്പോൾ കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആവും. അപ്പോൾ എല്ലാവർക്കും തന്ന പ്രോമിസ് ഞാൻ എന്താ ഇവിടെ പാലിച്ചിട്ടുണ്ട്. കല്യാണി ട്യൂട്ടോറിയൽ എന്തായാലും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മളിതാ ചെയ്തു. അപ്പോൾ ഇനി അടുത്തത് നിങ്ങൾക്ക് ഏത് സോങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് എനിക്കറിയാം കുറേ പേര് ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ ഡാൻസ് വീഡിയോസിൻ്റെ, അതായത് ട്യൂട്ടോറിയൽ ഫോർ വെഡ്ഡിങ് ഡാൻസ് എല്ലാം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഏതിൻ്റെ ആണെന്ന് പറയുന്നത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നുണ്ട്. സോ ഞാൻ ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യാം. സോ നമ്മൾ ഓൺലൈൻ അങ്ങനെ ചെയ്യലില്ല, ബിക്കോസ് നമ്മൾ എപ്പോഴും ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് ചെയ്യൽ. പക്ഷേ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നതുകൊണ്ട് യെസ്, വി വിൽ ഡു ഓൺലൈൻ ക്ലാസ്സസ്. സോ ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ അവിടെ എൻറോൾ ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ട്യൂട്ടോറിയലായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റാ, ലവ് യു. അപ്പോൾ എല്ലാവരും പോയി കല്യാണി പഠിക്ക്. പോ.